വിശ്വാസം ശരിയായ ഒരു മുഅ്മിനായ മനുഷ്യന് ആ മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കുമ്പോ, മുഅ്മിനായ മനുഷ്യൻ നോമ്പെടുക്കുമ്പോ, മുഅ്മിനായ മനുഷ്യൻ ഇഅ്തികാഫിരിക്കുമ്പോ, മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ ഓതുമ്പോ അവന്റെ മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു ഖബൂൽ ചെയ്യുന്നു. അപ്പൊ കബൂലിയത്തുള്ള ഇബാദത്ത് ഒരു മുടക്കി കളയാൻ വേണ്ടിയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മുഅ്മിനായ മനുഷ്യന്റെ പിന്നാലെ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പലപ്പോഴും വിശ്വാസപരമായി പിഴച്ചുപോയ ആളുകൾ അവർ കൃത്യമായി പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് കാണാം, ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കുന്നത് കാണാം, സുബഹിക്ക് പോലും പള്ളിയിൽ പോകുന്നത് കാണാം. പല ആളുകളും പറയും കാര്യം എന്തായാലും ഓനിപ്പോ ഓല കൂട്ടത്ത് കൂടിയപ്പോ കൃത്യമായിട്ട് പള്ളിക്ക് പോകുന്നുണ്ട്. എത്ര തണുപ്പുള്ള ദിവസമാണെങ്കിലും രാത്രി അവന് സുബഹിന്റെ മുമ്പ് എണീറ്റ് സുബഹി നിസ്കരിക്കാൻ പള്ളിക്ക് പോകുന്നുണ്ട്. എന്താ കാരണമെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? വിശ്വാസം ശരിയല്ലാത്തത് കൊണ്ട്. അവന്റെ വിശ്വാസം ശരിയല്ല. ഒരു മുടുത്തടിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം ശരിയല്ല. അതുകൊണ്ട് തന്നെ വിശ്വാസം ശരിയല്ലാത്തവന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുന്നില്ല. അത് കാരണമായി സ്വീകരിക്കപ്പെടാത്ത ഇബാദത്ത് മുടക്കാൻ ഇബ്ലീസ് പണിയെടുക്കുന്നില്ല. അതേസമയം ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കുമ്പോ കൂലി കിട്ടുന്നുണ്ട്, അതിന് കബൂലിയത്തുണ്ട്, സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യരെന്ന് വാഴ്ന്നു കേട്ടിട്ട് നാളെ സുബഹിക്ക് പള്ളിയിൽ നേരത്തെ തന്നെ എത്തണമെന്ന് ചിന്തിച്ച് അലാറം വെച്ച് കിടന്നുറങ്ങിയ അവൻ അരമണിക്കൂർ മുമ്പുള്ള അലാറത്തിന്റെ സൗണ്ട് കേട്ട് നെറ്റിയുടരുണ്ട്. ഉടനെ തന്നെ വാച്ചിലേക്ക് നോക്കുമ്പോ വാങ്ങി വിളിക്കാൻ അരമണിക്കൂറുണ്ട്. അവന്റെ മനസ്സിലതാ ഒരു മന്ത്രം കിട്ടുന്നു. ആരോ അവനോട് മെല്ലെ മന്ത്രിക്കുകയാണ്. അവന്റെ മനസ്സിൽ അവൻ മെല്ലെ പറഞ്ഞു പോകുകയാണ്, അരമണിക്കൂറുണ്ടല്ലോ വാങ്ങി വിളിക്കാൻ, വല്ലാത്ത ക്ഷീണമുണ്ട്, ഒന്നുകൂടെ കിടന്നെണീറ്റാലും എനിക്ക് പള്ളിയിലെത്തിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയുമല്ലോ, ഒന്ന് ഞാനൊന്ന് കിടക്കട്ടെ. മുഅ്മിനായ മനുഷ്യനങ്ങ് കടന്നുപോയി. ഇബ്ലീസാണ് അവനെ പറ്റിച്ചത്. അങ്ങനെ ഇബ്ലീസ് പറ്റിച്ചപ്പോ അവൻ എല്ലാം അവിടെ കടന്നു എണീക്കായെന്ന് കരുതി. പക്ഷേ പിന്നെ അവൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോ, അവന്റെ വാച്ചിലേക്ക് നോക്കുമ്പോ അവൻ എങ്ങനെ എണീറ്റ് എത്ര സ്പീഡിൽ ഉളൂ ചെയ്താലും അവൻ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു സമയമാണ് അപ്പൊ അവന്റെ മുമ്പിലുള്ളത്. അപ്പോ പിന്നെ അവന്റെ മനസ്സിൽ ഇബ്ലീസ് തോന്നിപ്പിച്ചു വെക്കുന്നത് എന്താണ്? അവൻ മെല്ലെ പറയുകയാണ്, ഞാൻ എങ്ങനെ എണീറ്റാലും എനിക്ക് തഹജ്ജുദ് നിസ്കാരം കിട്ടൂല, പിന്നെ പള്ളിയിൽ പോയിട്ട് സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കാനല്ലേ, വല്ലാത്ത ക്ഷീണമുണ്ട്, ഒന്നുകൂടെ കിടന്നെണീറ്റാലും സുബ്ഹിക്ക് ജമാഅത്തിനെത്തുമല്ലോ, അത്രയും സമയമുണ്ടല്ലോ, ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്നുകൂടെ കിടക്കട്ടെ എന്ന് കരുതി ഇബ്ലീസിന്റെ വഞ്ചനയിൽ കുടുങ്ങി അവരങ്ങ് കിടക്കുകയാണ്. പിന്നെ അവൻ ഞെട്ടിയുണർന്നു. ഞെട്ടിയുണർന്നിട്ട് പിന്നെ വീണ്ടും അവന്റെ വാച്ചിലേക്ക് നോക്കുമ്പോ സമയം എത്രയായിട്ടുണ്ട്. അപ്പൊ പിന്നെ അവന്റെ സമയം നോക്കുമ്പോ അവൻ എങ്ങനെ എണീറ്റോടിയാലും പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാൻ സലാം കൂട്ടുന്നതിന്റെ മുമ്പ് ജമാഅത്തിലൊന്ന് പങ്കുകൊള്ളാൻ അവന് കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു സമയം എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവന്റെ മനസ്സിൽ അവൻ മെല്ലെ പറയുന്നു, ഇബ്ലീസ് മെല്ലെ മന്ത്രിച്ചു കൊടുക്കുന്നു, മനുഷ്യ